രണ്ട് യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് ശബരിമലയിൽ എത്തിച്ചു. തന്ത്രിയെ അസഭ്യം പറഞ്ഞു. സർക്കാരിനെതിരെ കെ മുരളീധരൻ. ശബരിമല വിഷയത്തിൽ തുടക്കം മുതലുള്ള നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ശബരിമലയിലെ യുവതീ പ്രവേശന കാര്യത്തിൽ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും മുരളീധരൻ ആരോപിച്ചു. മുഖ്യമന്ത്രി പരസ്യമായി 2019 ജനുവരി 2-ാം തീയതി മന്നം ജയന്തി ദിവസം രണ്ട് യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തെത്തിച്ചു. ആ വിവരം മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആ തന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ഒരുപാട് അസഭ്യം പറയുകയും ചെയ്തു. സുപ്രീം കോടതി കേസ് വീണ്ടും വിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതോടെ പിന്നീട് പ്രശ്നമുണ്ടായിട്ടില്ല എന്ന് കരുതി അവർ നടത്തിയ പ്രവൃത്തിയെ ആർക്കും വെള്ളപൂശാൻ കഴിയില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തി അതിൽ നിന്ന് എന്ത് നേട്ടമുണ്ടായി? ഇതുവരെ ശബരിമലയിൽ ഉണ്ടായ വികസനത്തിന് തടസ്സമായ കാര്യങ്ങൾ നീക്കാൻ സാധിച്ചോ? 4000 പേരുണ്ടാകുമെന്ന് പറഞ്ഞ ആ സംഗമത്തിൽ പങ്കെടുത്തത് 630ഓളം പ്രതിനിധികൾ മാത്രമാണ്. ആ സംഗമം പരാജയമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. കോൺഗ്രസ് ശബരിമലയുടെ കാര്യത്തിൽ ഒരു വിശ്വാസ വഞ്ചനയും കാണിച്ചിട്ടില്ല. എന്നാൽ CPM അങ്ങനെയല്ല. ശബരിമല വിഷയത്തിൽ തുടർച്ചയായി CPM കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസ വഞ്ചനകൾ മാത്രമാണ്.